ആലപ്പുഴയുടെ ഏറ്റവും പുതിയ വിശകലനം പുറത്തു വരുമ്പോൾ ശോഭാ സുരേന്ദ്രൻ 3.3 ലക്ഷം വോട്ട് ടു 3.5 ലക്ഷം വോട്ടിലേക്ക് അവർ ഉയരാം എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി വരുന്ന ഒരു വിശകലനം പുറത്തു വരുന്നത്. BJP പ്രാഥമികമായി നടത്തിയ വിശകലനം കൂടാതെ മറ്റു രാഷ്ട്രീയ പാർട്ടികളും അത്തരത്തിൽ തന്നെ കണക്കുകൂട്ടുന്നു. കോൺഗ്രസ് ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു രണ്ടാം സ്ഥാനത്തേക്ക് ശോഭാ സുരേന്ദ്രൻ എത്തുമെന്ന്. ഇതിന് പ്രധാനമായ കാരണം നായർ ഈഴവ വോട്ടുകൾ വലിയ രീതിയിൽ തന്നെ ശോഭാ സുരേന്ദ്രനിലേക്ക് എത്തി. ഒപ്പം തന്നെ ക്രിസ്തീയ വിഭാഗത്തിലെ ഒരു ചെറിയ ശതമാനം വോട്ട് കൂടി ശോഭാ സുരേന്ദ്രന് വീണിട്ടുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ തന്നെ ആലപ്പുഴയിൽ സംഭവിച്ചാലും ഞെട്ടേണ്ട കാര്യമില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ശോഭാ സുരേന്ദ്രൻ വലിയ രീതിയിൽ തന്നെ വോട്ട് ഉയർത്തുമെന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പാണ്. കാരണം CPM കേന്ദ്രങ്ങളിലെല്ലാം ഈ പോളിംഗ് ദിനത്തിൽ വലിയ മന്ദതയായിരുന്നു. അനവധി CPM വോട്ടുകൾ പോൾ ചെയ്യപ്പെടാതെ പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ CPM കേന്ദ്രങ്ങളിൽ തന്നെ ശോഭാ സുരേന്ദ്രന് അനുകൂലമായി തന്നെ അനവധി വോട്ടുകൾ വീണതായി രഹസ്യമായും പരസ്യമായും തന്നെ നേതാക്കൾ സമ്മതിക്കുന്ന ഒരു സ്ഥിതിവിശേഷവുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ശോഭാ സുരേന്ദ്രൻ്റെ വോട്ട് ഷെയർ 3.3 അല്ലെങ്കിൽ 3.5 എത്തും എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ 1.9 ആയിരുന്നു എന്നുകൂടി നമുക്ക് ഓർക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇത്തവണ കുറച്ചുകൂടി കാര്യങ്ങൾ കാര്യക്ഷമമായിട്ടാണ് മുൻപോട്ട് പോയത്. ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന അവരുടെ ഒരു നേതാവ്, ഒരു വലിയ നേതാവാണ്, തീപ്പൊരി നേതാവാണ്. ആ ഒരു നേതാവിൻ്റെ വ്യക്തിപ്രഭാവത്തിൽ കൂടി ഒരു വലിയ മുന്നേറ്റം സ്ത്രീകൾക്കിടയിൽ പ്രത്യേകിച്ച് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു വിലയിരുത്തലാണ് പുറത്തു വരുന്നത്. ഇവിടെ ഏതായാലും കോൺഗ്രസ് തന്നെ പറയുന്നു BJP രണ്ടാം സ്ഥാനത്ത് എത്തുമെന്ന്. ഏതാണ്ട് ഇടതുപക്ഷവും അത്തരത്തിൽ തന്നെയാണ് ചിന്തിക്കുന്നത്. അവർ അത് പുറത്ത് പറഞ്ഞില്ലെങ്കിൽ കൂടി ഏതായാലും ശോഭാ സുരേന്ദ്രൻ ഈ പറയുന്ന വിഭാഗത്തിൻ്റെ ഈ നായർ ഈഴവ വോട്ടുകൾ അവരിലേക്ക് വളരെയധികം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ ക്രിസ്തീയ വിഭാഗത്തിൻ്റെ ലത്തീൻ വിഭാഗത്തിൻ്റെയൊക്കെ ഒരു പിന്തുണ അവർക്കുണ്ട് എന്ന് പറഞ്ഞു കേട്ടിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ചെറിയ ശതമാനം ക്രിസ്തീയ വോട്ടുകൾ കൂടി ലഭിച്ചാൽ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.